ഹായ് എവരിവൺ, വെൽക്കം ടു ചാനൽ സ്വാസ്ഥ ഫുഡ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഗ്രീൻ പീസും കോളിഫ്ലവറും വെച്ചിട്ടുള്ള ഒരു കറിയാണ്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടി ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം കോളിഫ്ലവറും ഗ്രീൻ പീസും കൂടെയുള്ള കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കോളിഫ്ലവറിൻ്റെ പകുതി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് നല്ലോണം കഴുകിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തേക്കുന്നത് മട്ടറാണ്. ഗ്രീൻ പീസ് പച്ച മട്ടറാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിങ്ങനെ തൊലി പൊളിച്ചിട്ട് ഇങ്ങനെ എടുക്കാവുന്നതാണ്. അപ്പം ഗ്രീൻ പീസ് അല്ലെങ്കിൽ മട്ടർ ഇവിടെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കടായി വെക്കുക. കടായി ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ അകത്തിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി എണ്ണയിൽ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ലൈറ്റ് യെല്ലോ കളറായിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിൻ്റെ അകത്തോട്ട് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഒരു സവാള അരിഞ്ഞത് നല്ലോണം വഴറ്റുക. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റാക്കിയത്, ഒരു പച്ചമുളക് അരിഞ്ഞത്, എരിവിനനുസരിച്ച് മുളക് കൂടുതലിടാം. ഇനി ഉള്ളി നല്ലോണം വഴറ്റുക. ഇപ്പോൾ ഉള്ളി നല്ലോണം വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തക്കാളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. 2 ടൊമാറ്റോ മിക്സിയിൽ അടിച്ചെടുത്തതാണ്. ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് വഴറ്റുക. ഇതൊരു 3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ഇനി ഓപ്പൺ ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് കാണാം ടൊമാറ്റോയുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്, നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക. ഇനി മസാല ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി. ഇനി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. മസാല നല്ലോണം ഒന്ന് ചൂടാക്കുക. ഇപ്പം മസാല നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ട് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കുക. ഒരു 2 മിനിറ്റ് ഇതൊന്ന് ഇളക്കുക. ഇനി ഇതിനകത്ത് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇതിൻ്റെ അകത്തോട്ട് 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. നല്ലോണം ഒന്നും കൂടി ഒന്ന് ഇളക്കുക. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ഒരു 10 മിനിറ്റ് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ കോളിഫ്ലവർ നല്ലോണം കുക്കായിട്ടുണ്ട്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. ചപ്പാത്തിക്ക് കഴിക്കാൻ പറ്റിയ വളരെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു ബൗളിലോട്ട് മാറ്റാം. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ചാനൽ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.